കൊല്ലത്ത് വീണ്ടും ഷിഗല്ല. പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടി പഠിച്ച സ്കൂളിൽ വിതരണം ചെയ്ത മലിനജലത്തിൽ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് സൂചന. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. പരവൂരും പാലത്തറയിലുമായി 2 വിദ്യാർത്ഥികളിൽ നേരത്തെ ഷിഗല്ല കണ്ടെത്തിയിരുന്നു. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മറ്റൊരു കേസും കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. 7-ാം മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പേരയം സ്വദേശിയാണ്. 1.5 ആഴ്ച മുൻപ് ഇതേ സ്കൂളിലെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്നെത്തിച്ച കുടിവെള്ളത്തിൽ നിന്നായിരുന്നു കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച സ്കൂൾ ഇതുവരെ തുറന്നിട്ടില്ല. ഇതിൽ സ്കൂളിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. പിന്നാലെയാണ് കുട്ടികളിൽ ഒരാൾക്ക് ഷിഗല്ല കൂടെ സ്ഥിരീകരിച്ചത്. രോഗബാധിതനായ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മലിനജലത്തിലൂടെയാണ് ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറുന്നത്. അതിനാൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിച്ചു വരുന്നു. ജനം, കൊല്ലം.